മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കാട്ടില് എത്തി തൻ്റെ വനവാസയാത്ര ആരംഭിച്ച ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി കുറച്ച് വിശ്രമിക്കുകയായിരുന്നു കാട്ടില്. ആ സമയത്ത് ദൂരെ നിന്ന് ഭരതൻ വരുന്നത്. ഭരതൻ വരുന്ന ശബ്ദം കേൾക്കുന്നു. ലക്ഷ്മണൻ ഉയരത്തിൽ നിന്ന് നോക്കുന്നു. എന്താണ് ഭരതൻ വരാൻ കാരണം? ലക്ഷ്മണന്റെ മനസ്സിൽ ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ഭരതൻ നമ്മളെ ഉന്മൂലനം ചെയ്യാനാണോ വന്നത്? ഇനി നമ്മൾ തിരിച്ചു വരാതിരിക്കുന്നതിന് എന്തെങ്കിലും ആസൂത്രണം ചെയ്യാനാണോ? നമ്മുടെ കൂട്ടത്തിൽ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കൂട്ടത്തിൽ സെക്യൂരിറ്റിക്കായിട്ടുള്ള ആയുധങ്ങളില്ല, സപ്പോർട്ടിനായിട്ടുള്ളവരില്ല, സൈന്യങ്ങളില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഉന്മൂലനം ചെയ്യാൻ പറ്റിയ അവസരമാണ് എന്ന് ധരിച്ചിട്ടാണോ വരുന്നത്? ഇങ്ങനെ കുറേ സംശയം ലക്ഷ്മണൻ വന്നു. രാമൻ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഭരതൻ വരട്ടെ, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭരതൻ വന്നു. വസിഷ്ഠൻ കൂടെ ഉണ്ടായിരുന്നു. കൈകേയിയും സുമിത്രയും കൗസല്യയും കൂടെ ഉണ്ടായിരുന്നു. പ്രജകളുണ്ടായിരുന്നു, സൈന്യാധിപന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ടവരുണ്ടായിരുന്നു. ഭരതൻ ഒരു ലക്ഷ്യമുണ്ട്. താൻ സത്യസന്ധനാണ്, ധർമ്മബോധമുള്ളവനാണ്, നീതിയും ന്യായത്തിലൂടെയും നടക്കുന്നവനാണ് എന്ന് ഭരതൻ അറിയാം. പക്ഷേ സത്യം, ധർമ്മം, നീതി, ന്യായം എനിക്കുണ്ടെന്ന് എനിക്കറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും കൂടി വേണം. ഞാൻ സത്യസന്ധനാണെങ്കിൽ ഞാൻ സത്യസന്ധനാണെന്ന് ധരിച്ചാൽ പോരാ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും കൂടി വേണം. ഞാൻ ധർമ്മബോധമുള്ളവനാണെങ്കിൽ എനിക്കും ദൈവത്തിനും അറിയാം ഞാൻ ധർമ്മബോധമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തണം ഞാൻ ധർമ്മബോധമുള്ളവനാണ്. അതുകൊണ്ടാണ് വസിഷ്ഠനെ സാക്ഷിയാക്കാൻ ഭരതൻ വസിഷ്ഠനോട് പറയാൻ പറഞ്ഞത്. സൈന്യങ്ങൾക്ക് തോന്നരുത് ഭരതൻ ഒരു അട്ടിമറിയിലൂടെ രാജ്യഭാരം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അമ്മയിലൂടെ എന്ന്. അതുകൊണ്ട് സൈന്യാധിപന്മാരെയും കൂട്ടത്തിൽ കൊണ്ടുവന്നു. എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ പണ്ഡിതരായ പൗരന്മാരെയും കൂട്ടത്തിൽ കൊണ്ടുവന്നു. അവരുടെ അഭിപ്രായമാണ് വളരെ ഇമ്പോർട്ടൻ്റ് സമൂഹത്തെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിലനിർത്താൻ. കൈകേയിയെയും കൗസല്യയെയും സുമിത്രയെയും കൊണ്ടുവന്നു. കൗസല്യയ്ക്ക് ബോധ്യപ്പെടുത്തണം, നിങ്ങളുടെ മകനെ കാട്ടിലേക്ക് അയച്ചത് ഞാനല്ല. കൈകേയിയെ കൊണ്ട് പറയിപ്പിക്കണം, എൻ്റെ ആസൂത്രിതമായിട്ടുള്ള പരിപാടിയിലൂടെ അല്ല അമ്മ ഇത് പറഞ്ഞത്, അമ്മയുടെ തന്നെത്താനെ ഉള്ള ദുഷ്ടബുദ്ധി കൊണ്ട് പറഞ്ഞതാണ്. സുമിത്രയെ ബോധ്യപ്പെടുത്തണം, ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് ഞാനല്ല, ബോധ്യപ്പെടുത്തണം. അങ്ങനെ എല്ലാവരെയും ആരെയെല്ലാം ബോധ്യപ്പെടുത്തണോ കാര്യങ്ങൾ അതെല്ലാം ബോധ്യപ്പെടുത്താൻ ഭരതൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു. രാമന്റെ അടുത്ത് വന്നു. രാമനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. രാമൻ തിരിച്ച് ഭരതനോട് പറഞ്ഞു, ഭരത, നീ തിരിച്ചു പോയിട്ട് രാജ്യം ഭരിക്കണം. നമ്മുടെ അച്ഛൻ കൈകേയിക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട്, അവളിലുണ്ടാകുന്ന മകനെ രാജ്യഭാരം ഏൽപ്പിക്കാമെന്ന്. അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ അച്ഛന് വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും എൻ്റെ ഈ ജന്മം രാജ്യം ഭരിക്കാനല്ല, വേറെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ തിരിച്ചു വരാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഭരതൻ വ്യക്തമായിട്ട് കൈകേയിയെ കൊണ്ട് പറയിപ്പിച്ചു. മറ്റുള്ളവരെ സാക്ഷി നിർത്തിയിട്ട് താനിതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് ഭരതൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനായ രാമൻ തിരിച്ചുപോയി രാജ്യം ഭരിക്കാൻ നിർദ്ദേശിച്ചാൽ ഞാനത് ചെയ്യില്ല, അത് നമ്മുടെ കുടുംബ ബന്ധം, ഞാനത് ചെയ്യില്ല, അങ്ങ് വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം. അപ്പോ രാമൻ ഭരതനോട് പറഞ്ഞു, ജ്യേഷ്ഠനായ രാമൻ അല്ല പറയുന്നത്, അവിടെ യുവരാജ പട്ടാഭിഷേകം നടക്കാത്ത സ്ഥിതിക്ക്, അച്ഛൻ്റെ മരണവും നടന്ന സ്ഥിതിക്ക്, അച്ഛൻ്റെ സ്ഥാനത്ത് സിംഹാസനത്തിൽ ഇരിക്കേണ്ടതായ രാമൻ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവായിട്ടുള്ള രാമൻ നിർദ്ദേശിക്കുന്നു പ്രജയായിട്ടുള്ള ഭരതനോട് തിരിച്ചു പോയിട്ട് രാജ്യഭാരം ഏറ്റെടുക്കാം. അപ്പോഴാണ് ഭരതൻ അനുസരിച്ചത്. പിന്നെ പോകാൻ തയ്യാറാവുമ്പോൾ ഒരു 150
27 ഉപദേശങ്ങൾ ശ്രീരാമൻ ഭരതന് കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2-3 കാര്യങ്ങൾ അച്ഛൻ്റെ കാര്യം, പ്രജകളുടെ കാര്യം, അമ്മയുടെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് 7-8 ചോദ്യങ്ങൾ അതിൽ ചോദിച്ചിട്ട് പിന്നെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. കിംവദന്തികൾ പരത്തുന്നവരെ നീ നിയന്ത്രിക്കുന്നുണ്ടല്ലോ അല്ലേ ഭരത? രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് വാണിജ്യ വ്യവസായങ്ങൾ ചെയ്യുന്നവരെ നീ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭരത? കാർഷിക ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ജലം സൗജന്യമായിട്ട് എത്തിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭരത? അവിടെ രാഷ്ട്രത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും നീ നിയന്ത്രിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭരത? ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഭരതനോട് തിരിച്ചു പോകാൻ പറയുന്ന സമയത്ത് ഭരതൻ രാമനോട് പറയുന്നൊരു വരിയുണ്ട്. അങ്ങ് തിരിച്ചു വരുന്ന ദിവസം ഞാൻ കാത്തിരിക്കും. 14 വർഷം കഴിഞ്ഞ് അന്ന് വരെ അങ്ങയെ പാതുകം സാക്ഷി വെച്ചിട്ടായിരിക്കും ഞാൻ ഭരിക്കുക. സിംഹാസനത്തിൽ ഇരിക്കില്ല, അയോധ്യയിൽ ഞാൻ കയറില്ല, നന്ദിഗ്രാമത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഭരിക്കുക. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ലാസ്റ്റ് ഭരതൻ പറഞ്ഞത്, ഞാൻ ഈ രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത് എന്തെല്ലാം നന്മകൾ അവിടെ ഉണ്ടായോ ആ നന്മകൾ മുഴുവനും എൻ്റെ രാഷ്ട്രത്തിൻ്റെ രാജാവായിരിക്കേണ്ട എൻ്റെ സഹോദരനായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള മൂത്തപുത്രനായിട്ടുള്ള രാമൻ്റെ പാദങ്ങളിൽ എല്ലാ നന്മകളും രാഷ്ട്രത്തിനുണ്ടായിരിക്കുന്ന നന്മകൾ സമർപ്പിക്കുന്നു. ഞാൻ രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത് എന്തെല്ലാം തിന്മകൾ ആ രാഷ്ട്രത്തിലുണ്ടായിട്ടുണ്ടോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ ഒരു വരിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ആവേശകരമായിട്ട് വന്നത്. ശരിക്ക് അബ്ദുൽ കലാമിൻ്റെ പൂർവികരായിട്ടുള്ളവരും പറഞ്ഞിരുന്നത്, അബ്ദുൽ കലാമിനെ പഠിപ്പിച്ചതും അബ്ദുൽ കലാം എടുത്തതും റോക്കറ്റും മിസൈലും ഏത് തരത്തിലുള്ള സ്പേസ് പരീക്ഷണങ്ങൾ നടക്കുമ്പോഴും അബ്ദുൽ കലാമിന് നല്ല മാർഗനിർദ്ദേശം നൽകിയ ഡോക്ടർ സതീഷ് ധവാനും പിന്നീട് അബ്ദുൽ കലാമും കൂടെയുള്ളവരും ISROയിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത് ഭരതന്റെ ഫെയിലിയർ മാനേജ്മെന്റാണ്. അതായത് ആരാണോ റോക്കറ്റ് അഥവാ മിസൈല് അല്ലെങ്കിൽ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റിന്റെ ഡയറക്ടർ ഉള്ളത്, ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയാൽ സക്സസ്ഫുൾ ആക്കാൻ കാരണമായിട്ടുള്ളതിന്റെ ഡയറക്ടർ ഇൻചാർജ് ആയിരിക്കും പ്രസ് കോൺഫറൻസ് നടത്തുക. ആ പ്രോജക്റ്റ് ഫെയിലായാൽ, റോക്കറ്റ് ലോഞ്ചിങ് ഫെയിലായാൽ, മിസൈൽ ഫെയിലായാൽ ISROയുടെ ചെയർമാൻ ആയിരിക്കും പ്രസ് കോൺഫറൻസ് നടത്തുക. സക്സസ് ആയാൽ അതിനെ സക്സസ്ഫുൾ ആക്കിയവനോട് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് വിവരിക്കാൻ പറയും. ഫെയിലിയർ ആയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത അബ്ദുൽ കലാമും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള സതീഷ് ധവാനും ആ ഫെയിലിയറിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കും, സക്സസിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് കൊടുക്കും. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഈ സംസ്കാരം ഭരതന്റെ സംസ്കാരമാണ്. ത്രേതായുഗത്തിലെ രാമായണത്തിലെ ഏറ്റവും തിളങ്ങി വിളങ്ങുന്ന ഭാവരാഗ താളമുള്ള വ്യക്തിത്വത്തിനായ ഭരതന്റെയാണ്. രാമനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിത്വമാണ്. രാമന് മോശമാണെന്നല്ല, രാമനൊരു അവതാരമായിരുന്നു. അവതാരമാണെന്ന് പോലും പറയാൻ ബുദ്ധിമുട്ടുള്ള സാധാരണ മനുഷ്യനായിട്ടുള്ള ഭരതൻ, അങ്ങനെ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ആ ഭരതന്റെ വാക്യമാണ്, തിന്മകളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് നന്മകൾ അത് ചെയ്തവർക്ക് വിതരണം ചെയ്യാം. ഫെയിലിയർ മാനേജ്മെന്റ്. സക്സസിന്റെ റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കാം, ഫെയിലിയറിന്റെ റെസ്പോൺസിബിലിറ്റി അവനവൻ ഏറ്റെടുക്കാം. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം എന്നറിയാൻ സാധിക്കട്ടെ. നിങ്ങൾക്കും ഈ വിഷു ദിനത്തിൽ അങ്ങനെ ഒരു ധാരണ മനസ്സിലുണ്ടാവട്ടെ. നമ്മുടെ വീട്ടിലായാലും, നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലായാലും, നമ്മുടെ ക്ലബിലായാലും, നമ്മുടെ ഓഫീസിലാണെങ്കിലും നന്മ ചെയ്യുന്നവരുടെ ഫുൾ ക്രെഡിറ്റ് കൊടുത്തിട്ട് അഭിനന്ദിക്കുക, അനുഗ്രഹിക്കുക, ആശ്വസിപ്പിക്കുക, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.